ഉപരാഷ്ട്രപതി ഇത്തരുണത്തിൽ രാജിവെക്കുന്നത് കുറച്ച് ആശ്ചര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറച്ചു കാലമായി അദ്ദേഹത്തിന് ചില അസ്വാരസ്യങ്ങളുണ്ട്, ഗവൺമെന്റ് വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല എന്ന പരാതിയുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ സർക്കാരിന് വേണ്ടി ഒപ്പോസിഷനെ ബുദ്ധിമുട്ടിച്ചിട്ടും അതല്ലെങ്കിൽ മുൻ ഉപരാഷ്ട്രപതിമാർ അല്ലെങ്കിൽ ഒരു 10-20 കൊല്ലം മുമ്പ് ഉള്ള ഉപരാഷ്ട്രപതിമാർ ചെയ്യാത്ത വിധത്തിൽ പക്ഷപാതിത്വപരമായ നിലപാടുകൾ സ്വീകരിക്കുകയും പ്രതിപക്ഷ നേതാവിനെ തന്നെ ഒരു എന്താ പറയുക ചോദ്യമുനയിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺഫ്ലിക്റ്റിന്റെ നിലയിൽ നിർത്തുകയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് രാജിവെച്ച് ഒഴിയേണ്ടി വന്നത്? നിങ്ങളോട് സർക്കാരിനോട് പോരാടാനുള്ള ആരോഗ്യം എനിക്കില്ല എന്നാണോ ജഗ്ദീപ് ധൻഖർ പറഞ്ഞു വെക്കുന്നത്? നോക്കൂ, തൻ്റെ രാജിയുടെ കാരണം എന്താണെന്ന് വളരെ വ്യക്തമായി വിശദമാക്കിക്കൊണ്ട് ഒരു രാജിക്കത്ത് കൂടി സമർപ്പിച്ചുകൊണ്ടാണല്ലോ ശ്രീ ജഗദീപ് ധൻഖർ രാജിവെച്ചിട്ടുള്ളത്. ആ രാജിക്കത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം തനിക്ക് തൻ്റെ ജോലികൾ തുടർന്ന് നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ട് ഞാൻ അടിയന്തരമായി തന്നെ ഈ സ്ഥാനം ഒഴിയുകയാണ്. മാത്രമല്ല, ആ കത്തിൻ്റെ ഭാഷ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ അദ്ദേഹം രാഷ്ട്രപതിക്ക് നന്ദി പറയുന്നുണ്ട്, പ്രധാനമന്ത്രിക്ക് വളരെ വിശദമായി തന്നെ 2 വരി എടുത്ത് നന്ദി പറയുന്നുണ്ട്, അദ്ദേഹത്തിൽ നിന്ന് ധാരാളം പഠിക്കാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ട്, മന്ത്രിസഭയ്ക്ക് നന്ദി പറയുന്നുണ്ട്, പാർലമെൻറ്റ് അംഗങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള വിഷമത്തിൻ്റെയോ എന്തെങ്കിലും തരത്തിലുള്ള വിരോധത്തിൻ്റെയോ ഒരു ലാഞ്ചന പോലും ആ രാജിക്കത്തിലില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അദ്ദേഹം സർക്കാരിനോട് പിണങ്ങിയിട്ടാണ് രാജിവെക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു രാജിക്കത്തിൽ പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയും ഒക്കെ മുഗ്ധകണ്ഠം പ്രശംസിച്ചുകൊണ്ട് അത് എഴുതേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. തന്നെയല്ല, ജഗദീപ് ധൻഖർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? അത് ഈ രാജ്യത്ത് വളരെ പരസ്യമായിട്ടൊരു വസ്തുതയല്ലേ. നോക്കൂ, ഈ വർഷം മാത്രം 3 തവണയാണ് അദ്ദേഹത്തിന് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ കഴിഞ്ഞ മാർച്ച് 9-ാം തീയതി അദ്ദേഹത്തിന് കടുത്ത നെഞ്ചുവേദനയും ശ്വാസതടസ്സവും ഉണ്ടായതിനെ തുടർന്ന് 3 ദിവസം എയിംസിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു. അന്ന് അദ്ദേഹത്തിന് സ്റ്റെന്റ് ഇംപ്ലാന്റ് വരെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു വിശ്രമത്തിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും ചുമതലയിൽ വന്നത്. അതിനുശേഷം ഈ വർഷം തന്നെ ജൂണിൽ ഉത്തരാഖണ്ഡിലെ കുമയൂൺ യൂണിവേഴ്സിറ്റിയുടെ ഗോൾഡൻ ജൂബിലി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അദ്ദേഹം വേദിയിൽ വെച്ച് ബോധം കെട്ട് വീണത് നമ്മൾ കണ്ടതാണ്. അടിയന്തരമായിട്ട് അദ്ദേഹത്തിന് ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ല എന്ന് ആരും വാദിക്കുന്നില്ല. പക്ഷേ ഒരു സെഷൻ നടന്നുകൊണ്ടിരിക്കെ, ഒരു സഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് പൊട്ടി വീണത് പോലെ ഉപരാഷ്ട്രപതിയുടെ രാജി വരിക എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ്. അങ്ങനെ സഭാ സെഷൻ നടന്നുകൊണ്ടിരിക്കെ ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ ഒരു വാർത്താ രൂപത്തിലാണോ ഉപരാഷ്ട്രപതിയുടെ രാജി വരേണ്ടത്? ഇനിയിപ്പോ താങ്കൾ പറയുന്നത് പോലെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹത്തിന് മാറണം, ചുമതല നിർവഹിക്കാൻ പറ്റുന്നില്ല, അപ്പൊ അദ്ദേഹം ഒരു സെറിമോണിയസ് ആയിട്ടുള്ള എക്സിറ്റ് അർഹിക്കുന്നില്ലേ? കാര്യോപദേശക സമിതിയിൽ ഈ വിടവാങ്ങൽ പ്രസംഗമോ യാത്രയപ്പോ വേണ്ട എന്ന നിലപാടാണ് BJP സ്വീകരിച്ചതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ട്, അദ്ദേഹത്തിന് ചുമതല നിർവഹിക്കാൻ പറ്റുന്നില്ല, വേറൊരാൾ വേണമെന്ന അർത്ഥത്തിലാണെങ്കിൽ അതിന് കുറച്ചുകൂടി നല്ല രീതിയിൽ ആവാമല്ലോ. ഇതൊക്കെ ലോഡഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഞാൻ മുഴുവിപ്പിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ പ്രധാനമായിട്ട് രാജിയുടെ കാരണമായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ മാസം അദ്ദേഹം ജൂലൈ മാസത്തിൽ അദ്ദേഹം കേരളത്തിൽ വന്നു. ഗുരുവായൂർ അമ്പലവും അതേപോലെ തന്നെ നമ്മുടെ ന്യൂയാൽസ് സർവകലാശാലയെ അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി. കേരളത്തിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായി. അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട സാഹചര്യം വന്നു. അദ്ദേഹത്തിന് കുറേ കാലമായിട്ട് ഈ പറയുന്ന ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതാണ്. അദ്ദേഹത്തിന് ഡിസിനസ്, ഇടയ്ക്കിടയ്ക്ക് ഫെയിൻറ്റിങ്, ലോ ബ്ലഡ് പ്രഷർ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വൈദ്യോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് ചെറിയൊരു ചുമതലയല്ല. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ള ധാരാളം മീറ്റിങ്ങുകളും ധാരാളം ചർച്ചകളും ധാരാളം യാത്രകളും ഒക്കെ വേണ്ടി വരുന്നൊരു വലിയ ഉത്തരവാദിത്തമാണ്. അത് നിർവഹിക്കാൻ തൻ്റെ ആരോഗ്യസ്ഥിതി അനുവദിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ വളരെ ഗ്രേസ്ഫുള്ളായി എല്ലാവരോടും സ്നേഹത്തോടെയും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാവരോടുള്ള സൗഹൃദം സൂക്ഷിച്ചുകൊണ്ടും വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് ഒരു ഉപരാഷ്ട്രപതി രാജിവെച്ച് ഒഴിയുന്ന സമയത്ത് എന്താണ്, സത്യം വളരെ വിരസമാണ്, അസത്യങ്ങൾക്കാണ് കുറെ കൂടി കൊഴുപ്പും പ്രചാര സാധ്യതയുള്ളത് എന്നുള്ളതുകൊണ്ട് വസ്തുത എവിടെ നിൽക്കട്ടെ, നമുക്ക് ഊഹാപോഹങ്ങൾക്ക് പുറകെ പോകാം എന്നൊരു സമീപനം എടുക്കേണ്ട ആവശ്യമില്ല. 2, ഉപരാഷ്ട്രപതിയുടെ രാജിയുടെ സമയം നിശ്ചയിക്കേണ്ടത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന് മുകളിൽ എന്തെങ്കിലും പ്രഷർ ഉണ്ടായിരുന്നില്ലല്ലോ. അദ്ദേഹം അന്ന് ഉച്ചയ്ക്ക് അന്ന് വൈകുന്നേരം വരെ സഭയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണല്ലോ. അതിനുശേഷം തനിക്ക് വിടവാങ്ങൽ പ്രസംഗം വേണോ, അല്ലെങ്കിൽ തനിക്ക് വളരെ സെറിമോണിയസ് ആയിട്ട് എക്സിറ്റ് ചെയ്യണോ, അടുത്ത വർഷം എക്സിറ്റ് ചെയ്താൽ മതിയോ, ഇതൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ രാജ്യത്തെ 2ാമത്തെ പൗരനാണ്. അദ്ദേഹത്തിന് മുകളിൽ ഇനി BJPക്ക് കൊടുക്കാനൊരു സ്ഥാനം എന്ന് പറയുന്നത് പ്രസിഡന്റ് സ്ഥാനം മാത്രമേ ഉള്ളൂ. ആ സ്ഥാനമാണെങ്കിൽ ഇനി 2 കൊല്ലം കഴിഞ്ഞാൽ മാത്രമേ വേക്കൻസി വരുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിച്ചില്ല, അദ്ദേഹത്തിനോട് എന്തെങ്കിലും നിലയ്ക്കുള്ള കൂടുതൽ പരിഗണന കിട്ടില്ലെന്നൊരു പരാതി പറയാൻ സ്കോപ്പ് ഇല്ല. വൈസ് പ്രസിഡന്റിന് മുകളിൽ പിന്നെ പ്രസിഡന്റേ ഉള്ളൂ. അത് കൊടുത്തില്ല, അതൊരു പരാതി എന്തായാലും ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. 2, ഇത്രയും കാലം വൈസ് പ്രസിഡന്റ് രാജിവെക്കുന്നത് വരെ ഇദ്ദേഹം BJPയുടെ ഏജന്റ് ആണെന്നും ഇദ്ദേഹം നിഷ്പക്ഷനല്ല എന്നും BJPക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെന്നും
പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഇപ്പൊ രാജിക്ക് പിന്നിൽ ദുരൂഹത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഇവിടുത്തെ പ്രതിപക്ഷം ഇദ്ദേഹത്തെ റിമൂവ് ചെയ്യാൻ വേണ്ടി, ഇദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാൻ വേണ്ടി, ഇംപീച്ച്മെന്റ് എന്ന ശബ്ദം വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിലില്ല, റെസൊല്യൂഷൻ ഓഫ് റിമൂവലാണ്. അങ്ങനെ അദ്ദേഹത്തെ റിമൂവ് ചെയ്യാൻ വേണ്ടി റെസൊല്യൂഷൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ റെസൊല്യൂഷനിൽ പറയുന്നത് ഇദ്ദേഹം BJP-യുടെ ആളായിട്ടാണ് സഭയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 6 മാസം മുൻപ് അദ്ദേഹത്തെ പറ്റി അങ്ങനെ പറഞ്ഞ, അദ്ദേഹത്തെ നീക്കാൻ വേണ്ടി നോട്ടീസ് കൊടുത്ത, 2 മാസം മുമ്പ് മോക്ക് രാജ്യസഭ നടത്തിയിട്ട് കല്യാൺ ബാനർജി വൈസ് പ്രസിഡന്റിനെ അനുകരിച്ച് സംസാരിക്കുകയും രാഹുൽ ഗാന്ധി അത് വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ പറഞ്ഞിരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ജഗ്ദീപ് ധൻകർ BJP വിരുദ്ധനായി മാറുന്നത്, സർക്കാർ അദ്ദേഹത്തെ പുകച്ചു പുറത്ത് ചാടിച്ചു എന്ന് പറയാൻ സാധിക്കുന്നത് എന്നുള്ളത് വലിയ കൗതുകമായി തോന്നുന്നുണ്ട്. ശരി, മാറ്റങ്ങളൊക്കെ വളരെ പെട്ടെന്നല്ലേ വരിക.